ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഓണം സദ്യ സ്പെഷ്യലിന്റെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസമാണ് കേട്ടോ. ആദ്യത്തെ ദിവസം നമ്മൾ ഇഞ്ചിക്കറിയാണ് തുടങ്ങിയത്, 2ാമത്തെ ദിവസം നാരങ്ങാക്കറി ഇട്ടു, 3ാമത്തെ ദിവസം മാങ്ങാക്കറി ഇട്ടു. അപ്പം നമ്മൾ ഉപ്പിലിട്ടതെന്നാണ് ഇതിന് പറയുന്നത്. സദ്യക്ക് 3 ഉപ്പിലിട്ടതാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ സദ്യയെക്കുറിച്ചല്ല കേട്ടോ. ഇപ്പോഴത്തെ സദ്യക്ക് ഒത്തിരി ഉപ്പിലിട്ടതുകളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പരമ്പരാഗത ഓണസദ്യയുടെ വിഭവങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പം സദ്യക്ക് 3 ഉപ്പിലിട്ടത്, ആ 3 ഉപ്പിലിട്ടത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞു, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഓണസദ്യക്ക് ഉപ്പിലിട്ടത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വിളമ്പുന്ന വിഭവം കിച്ചടിയാണ് കേട്ടോ. കിച്ചടി 3 സൈസ് ഉണ്ട്: വെണ്ടയ്ക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, പാവയ്ക്ക കിച്ചടി. അപ്പം ഇതിൻ്റെ 3ൻ്റെ റെസിപ്പി ഒന്നാ, നമ്മുടെ വെജിറ്റബിൾസ് മാത്രം മാറുന്നതേ ഉള്ളേ. അപ്പം നമുക്ക് ഈ 3 കിച്ചടിയും കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പിട്ട് ആ ഉപ്പിലിട്ടതുകളുടെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാവേ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കയറി കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിപ്പം കിച്ചടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് ഓണസദ്യയിലെ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെണ്ടയ്ക്ക കിച്ചടി, പാവയ്ക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി. അപ്പോൾ ഇതിന് 3നും കൂടെ ഒറ്റ ചേരുവകളെല്ലാം ഒന്നാണേ. നമ്മൾ ഈ പച്ചക്കറികളെല്ലാം മാറുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ആദ്യം നമുക്ക് പാവയ്ക്ക അരിയാവേ. പാവയ്ക്ക അകത്തെ കുരുവെല്ലാം കളഞ്ഞ് കനം കുറച്ച് ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇതെല്ലാം ഒന്ന് കളയട്ടെ. നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ, നൈസായിട്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക കൂടെ അരിഞ്ഞെടുക്കാവേ. കനം കുറച്ച് വട്ടത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ കിച്ചടിക്കുള്ള വെണ്ടയ്ക്ക എടുക്കുമ്പോഴേ അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കണം കേട്ടോ. അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണെങ്കിൽ നമ്മൾ കിച്ചടി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കാണത്തുള്ളൂ കേട്ടോ. നമ്മൾ അരിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞു പോകാൻ പറ്റണം. ബീട്രൂട്ടേ തൊലി ചെത്തിയിട്ട് കൊത്തി അരിയണം കേട്ടോ, അല്ലാതെ ചോപ്പ് ചെയ്തെടുക്കരുതേ. ചിലരൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്ന കാണാം, അങ്ങനെയല്ല. നമ്മൾ പിച്ചാത്തി കൊണ്ട് കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണം. അപ്പോഴേ ആ ബീട്രൂട്ട് കിച്ചടി അതിൻ്റെ ആ ശരിക്കുള്ള സ്ട്രക്ചറിൽ വരത്തുള്ളൂ. ഈ ബീട്രൂട്ട് ചെറുതായിട്ട് കൊത്തി അരിയണം കേട്ടോ. തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ കിച്ചടി ശരിയാവത്തുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബീട്രൂട്ട് കിച്ചടി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാൻ പിന്നെ ഈ ഓണസദ്യയുടെ വിഭവങ്ങൾ കാണിക്കുമ്പോൾ കിച്ചടി ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. എല്ലാ സദ്യ വിഭവങ്ങളും കാണിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ കിച്ചടി കൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും കിച്ചടി ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനിടയ്ക്ക് അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കട്ടെ എന്ന് കരുതി ഞാനേ ഈ 3 കിച്ചടിക്കും കൂടെ ഒരു ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. കിച്ചടിക്ക് അതിന് മാത്രം തേങ്ങയൊന്നും വേണ്ട. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം തേങ്ങ കൂടുതലെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഓണത്തിന് ഇനിയിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും കുറേശ്ശേ എടുത്തിട്ടുള്ളൂ. എന്നാലും ഞാൻ അതിന് വേണ്ടി ഈ 3 കിച്ചടിക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്, ഇതുകൂടെ ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചേർക്കണേ. അത് ഞാൻ 3 കറിക്കും കൂടെ വേണ്ടത് കാരണം 1/2 സ്പൂൺ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. സ്പൂൺ എടുത്തില്ല, ഇതുകൊണ്ട് എടുത്തോണ്ടാണ് കേട്ടോ അത്രയും കൂടുതലായിട്ട് തോന്നുന്നത്. ഇതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കത്തില്ല കേട്ടോ. മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഈ കിച്ചടിക്ക് ഒന്നിനും നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കത്തില്ല. പിന്നെ ഞാനൊരു ഇത്രയും കടുക് ചേർക്കുന്നുണ്ട്, ഒരു സ്വല്പം അതുകൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല വൃത്തിയായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല നെയ്യ് പോലെ അരച്ചെടുക്കണേ. പിന്നെ നമ്മളിത് അരച്ച് കഴിയുമ്പോൾ ഞാനൊരു 3-4 കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു എരിവിന് വേണ്ടി നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ലല്ലോ. പച്ചമുളകിന് ചിലപ്പം അത്ര എരിവ് വരത്തില്ല. അപ്പോൾ ഒരു 3-4 കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇനി വെണ്ടയ്ക്കയിലോട്ടേ ഒരു സ്വല്പം ഉപ്പ് കൂടെ ചേർക്കണം, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതിനകത്ത് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുവാണേ.
ഇതിനകത്തേക്ക് ഇച്ചിരി മുളകും ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയേ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ദേ നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞിരിക്കുന്ന കണ്ടോ, നല്ല പൊടി പൊടിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലോട്ട് ഒന്ന് ചേർക്കാം. നമുക്ക് ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഒന്ന് വാടി ഒന്ന് പകുതി വേവായി കിട്ടണേ. മുഴുവനായിട്ട് വേകണ്ട, ഒന്ന് പകുതി വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിനകത്തേക്കൊന്ന് ചേർക്കാവേ. അത് ഈ പറഞ്ഞ കണക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണേ. നമുക്ക് ഈ പാവയ്ക്കകത്തോടെ ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ് ചേർത്താലേ പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ കറിക്ക് അരപ്പൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ബാക്കി ഉപ്പ് അത്രയും കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് ഓർക്കണമെന്നേ ഉള്ളൂ. നമുക്കേ വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണമെങ്കിൽ ഇച്ചിരി സമയം പിടിക്കും. ഒരു വഴുവഴുപ്പില്ലേ, അപ്പോൾ ആ വഴുവഴുപ്പ് മാറിയിട്ട് അത് വറുത്തെടുക്കണമല്ലോ. അതിനൊരു സ്വല്പം സമയം വേണേ. അപ്പോൾ അത് പതുക്കെ ആയി വരത്തുള്ളൂ. ആവട്ടെ, നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും വഴന്ന് വരുന്നുണ്ട്. അതൊരു പകുതി വേവായിട്ടുണ്ട്. ബീട്രൂട്ടിനൊന്നും വലിയ വേവില്ലല്ലോ, അപ്പോൾ അതും ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാവേ. അപ്പം ഞാൻ ദേ ഈ ബീട്രൂട്ടിനകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന കണ്ടായിരുന്നോ, തേങ്ങ നമ്മൾ ജീരകവും ഉള്ളിയും ഒരു സ്വല്പം കടുകും ചേർത്ത് നല്ല വൃത്തിയായിട്ട് വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് ഇതിലോട്ട് ചേർക്കുവാണേ. അതിനകത്തേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പെല്ലാം അതിൽ പിടിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കുവാണേ. നമുക്ക് ഓഫ് ചെയ്തേക്കാം അടുപ്പേ. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഞാൻ നേരത്തെ ഒരു സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. പക്ഷേ ഉപ്പ് നോക്കിയപ്പോൾ അത് പോരാ. അപ്പോൾ സ്വല്പം കൂടെ ചേർക്കുവാണേ. ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സമയം കൂടെ കഴിഞ്ഞാൽ അത് നല്ല ബ്രൗൺ കളറിൽ കിട്ടും കേട്ടോ. ഇച്ചിരി സമയം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനൊക്കെ ദേ പാവയ്ക്കയല്ലേ ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അത് നമുക്ക് പാവയ്ക്ക വറ്റൽ പോലെ വറുത്തെടുക്കണേ. എന്നിട്ട് അത്ര ഇങ്ങനെ നമ്മൾ ഒടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന പോലെയല്ല, എന്നാലും നന്നായിട്ട് വറുത്തെടുക്കണം. വെണ്ടയ്ക്കൊക്കെ ഇച്ചിരി വെക്കുമ്പോഴേ ചിലരൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്ക അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വറുത്തെടുക്കുന്നത് കാണാവേ. പക്ഷേ ഉണ്ടല്ലോ, ഈ നമ്മൾ വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞ് ഉണക്കിയിട്ടെടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ആ കിച്ചടിക്ക് ഒരു വറ്റലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. പക്ഷെ നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുന്നതിനാണ് കേട്ടോ കൂടുതൽ സ്വാദ്. അത് കാരണം എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണേ. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ. നമുക്കിനി ഈ പാവയ്ക്ക ഒന്ന് കോരി മാറ്റാവേ. നമുക്കിതൊന്ന് കോരിയെടുക്കാം. കണ്ടോ, അതെ നന്നായിട്ട് വറ്റൽ പോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. പാവയ്ക്കകത്തേക്ക് തന്നെ ഇച്ചിരി കടുക് പൊട്ടിക്കുവാണേ. നമ്മൾ വേറെ എണ്ണയൊന്നും എടുക്കണ്ട. നമ്മൾ ആ പാവയ്ക്ക വഴറ്റിയെടുത്ത് എണ്ണ തന്നെ മതി. മുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കടുക് താളും. സിമ്പിളാട്ടോ, ഇനി എളുപ്പമാണ്. നമുക്കിനി ഇതിലോട്ട് ഈ അരപ്പ് ചേർക്കാവേ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മളിത് വഴറ്റാൻ എടുക്കുന്ന വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ എടുത്താലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ ഓയിലുകളൊന്നും എടുക്കരുതേ. ഇനിയിപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഈ അരപ്പുമായിട്ടൊന്ന് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഇതിലൊന്ന് കിടക്കട്ടെ. ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. അത് കഷ്ണമൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. പറഞ്ഞില്ലേ, ഏറ്റവും താമസിച്ച് വറുത്തെടുക്കാൻ പറ്റുന്നത് വെണ്ടയ്ക്ക ആയിരിക്കും. അതെ, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വെണ്ടയ്ക്കയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നാലും ഇച്ചിരി കൂടെ ഉപ്പ് വേണമായിരുന്നു. അപ്പം സ്വല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ചീനച്ചട്ടിക്കകത്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി ആ അരപ്പിരുന്ന പാത്രത്തിലേക്ക് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചാണ് ഞാനിതൊന്ന് ചേർത്തതേ. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്തായാലും ഉപ്പ് വേണ്ടി വരും. പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെറുതെ ചൂടായാൽ മാത്രം മതി, തിളയ്ക്കൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി കടുക് താളിച്ച് ചേർക്കണം. ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവേ. വറുത്ത് വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക നമ്മൾ വറുത്തെടുത്തതല്ലേ, ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്നൊന്ന് വേകട്ടെ. ഇത് അരപ്പുമായിട്ട് നന്നായിട്ട് ചേർന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. വേവ് അധികമൊന്നുമില്ല, ചുമ്മാ ഒന്ന് കുതിർന്ന് വരണം എന്നേ ഉള്ളൂ നമ്മൾ ആ വറുത്ത വെണ്ടയ്ക്ക. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആ ബാക്കിയുള്ള തൈര് കൂടെ ചേർക്കാവേ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ തിളച്ചു പോവും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നേ, അപ്പോൾ അല്ലെങ്കിൽ തിളച്ച് പൊങ്ങത്തില്ലേ. അപ്പോൾ ദേ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക കിച്ചടിയും പാവയ്ക്ക കിച്ചടിയും ഉണ്ടാക്കാൻ താമസം വരുന്നത് നമുക്ക് അതൊന്ന് വറുത്തെടുക്കണമല്ലോ. ആ വറുത്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ താമസം വരുന്നത്. അല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ സദ്യക്കുള്ള 3 കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഒരു സദ്യക്ക് പണ്ടൊക്കെ പാവയ്ക്ക കിച്ചടിയും വെണ്ടയ്ക്ക കിച്ചടിയും അതുപോലെ തന്നെ ബീട്രൂട്ട് കിച്ചടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കിച്ചടിയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണസദ്യക്ക് കിച്ചടി ഉണ്ടാക്കണമെന്നുള്ളവർക്ക് 3 കിച്ചടി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ കിച്ചടി 3 റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് കിച്ചടി, വെണ്ടയ്ക്ക കിച്ചടി, പാവയ്ക്ക കിച്ചടി. ഇതിൽ പാവയ്ക്ക കിച്ചടിയും വെണ്ടയ്ക്ക കിച്ചടിയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും കേട്ടോ. കാരണം നമ്മൾ വറുത്ത് കോരി മഞ്ഞപ്പൊടി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇത് പാവയ്ക്ക കിച്ചടി, ഇത് വെണ്ടയ്ക്ക കിച്ചടി, ഇത് ബീട്രൂട്ട് കിച്ചടി. അപ്പോൾ ഇത്തവണ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കിച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.